നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ ജൂൺ മാസം 21 തീയതി മിഥുന മാസത്തിലെ 30 വെള്ളിയാഴ്ചയും പൗർണമിയും ഒത്തുചേർന്ന് വരുന്ന അത്ഭുതകരമായ ദിവസം. വെറും 2 സ്പൂൺ മല്ലിയും 1 കഷ്ണം മഞ്ഞളും ഉണ്ടെങ്കിൽ റോക്കറ്റ് വേഗത്തിൽ പണവരവ് വർദ്ധിക്കുന്നതാണ്. മാത്രമല്ല കുബേര യോഗവും വന്നു ചേരുന്നതുമാണ്. നമ്മുടെ ചാനലിൽ പണത്തെ ആകർഷിക്കുന്നതിനായി ധാരാളം മന്ത്രജപങ്ങൾ, നാമജപങ്ങൾ, രഹസ്യ വഴിപാട് രീതികൾ കൂടാതെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് പണത്തെ മിന്നൽ വേഗത്തിൽ ആകർഷിക്കുവാൻ കഴിയുന്ന അതിശക്തിയാർന്ന ഒരു താന്ത്രിക പരിഹാരത്തെക്കുറിച്ചാണ്. ഈ പരിഹാരം ചെയ്യുവാൻ മന്ത്രജപത്തിന്റെയോ പൂജയുടെയോ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആർക്കും ഇത് ചെയ്യാവുന്നതാണ്. വളരെ ലളിതവും എന്നാൽ പെട്ടെന്ന് തന്നെ ഫലം നൽകുന്ന ഒരു താന്ത്രിക പരിഹാരവുമാണിത്. നാളത്തെ ഒരേ ഒരു ദിവസം മാത്രം ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്താൽ മതിയാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ആരും തന്നെ മറന്നു പോകരുത്. ഈ താന്ത്രിക പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാസം തോറും പൗർണമി നാളിൽ സന്ധ്യയ്ക്ക് വീട്ടിൽ വിളക്ക് തെളിയിച്ച് ആദിപരാശക്തിയെ, ലക്ഷ്മി ദേവിയെ, ജഗദംബികയെ മനസ്സുരുകി പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് ദേവി കടാക്ഷം വന്നു ചേരുന്നതാണ്. മാത്രമല്ല ഐശ്വര്യവർദ്ധനവിനും ദാരിദ്ര്യ ദുഃഖ നാശത്തിനും ഉത്തമമാണിത്. ലക്ഷ്മി ദേവിക്ക് പ്രധാനമായ വെള്ളിയാഴ്ച ദിവസം പൗർണമി വരുന്നത് കൊണ്ട് തന്നെ ഇത്തവണത്തെ പൗർണമിക്ക് അത്യപൂർവ സവിശേഷതയാണുള്ളത്. മാത്രമല്ല ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും വഴിപാടിനും ഇരട്ടി ഫലസിദ്ധി ലഭിക്കുന്നതുമാണ്. നാമങ്ങളിൽ ശ്രേഷ്ഠമാണ് വിഷ്ണുനാമം. 1000 വിഷ്ണുനാമത്തിന് തുല്യമാണ് ഒരു ശിവനാമം. 1000 ശിവനാമത്തിന് തുല്യമാണ് ഒരു ദേവീനാമമെന്ന് ദേവീ ഭക്തർ വിശ്വസിക്കുന്നു. മാതൃസ്വരൂപിണിയാണ് ദേവി. മാതൃപൂജ ഒരു വ്യക്തിയുടെ സകല പാപവും കഴുകിക്കളയുന്നു. മാത്രമല്ല ദേവി കടാക്ഷത്തിന്റെ മാഹാത്മ്യം ആർക്കും തന്നെ വിവരിക്കുവാനും സാധിക്കില്ല. ആദ്യം തന്നെ പൗർണമി തിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം. ജൂൺ 21 തീയതി വെള്ളിയാഴ്ച രാവിലെ 7:45 പൗർണമി തിഥി ആരംഭിച്ച് ജൂൺ 22 തീയതി ശനിയാഴ്ച രാവിലെ 7:19 പൗർണമി തിഥി അവസാനിക്കുന്നത്. നാളത്തെ ദിവസം മുഴുവനായും പൗർണമി തിഥി വരുന്നുണ്ട്. പൊതുവായി പൗർണമി ദിവസം പണവശ്യത്തിനായി നമ്മൾ ചെയ്യുന്ന ഏതൊരു പരിഹാരവും സന്ധ്യാസമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് തന്നെ ഇനി പറയാൻ പോകുന്ന ഈ താന്ത്രിക പരിഹാരം നാളെ വെള്ളിയാഴ്ചയും പൗർണമിയും ഒത്തുചേർന്ന് വരുന്ന ദിവസം വൈകിട്ട് 6 മണി മുതൽ രാത്രി 12 മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ഈ താന്ത്രിക പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഒഴിവാക്കാനാവാത്ത സാഹചര്യത്താൽ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു സമയത്ത് പരിഹാരം ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് രാഹുകാലം ഒഴിവാക്കി രാവിലെ 8 മണി മുതൽ രാത്രി 12 മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ഈ താന്ത്രിക പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി വെള്ളിയാഴ്ച ദിവസം രാഹുകാലം വരുന്നത് എപ്പോഴാണെന്ന് നോക്കാം. വെള്ളിയാഴ്ച രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് രാഹുകാലം വരുന്നത്. ഈ ഒരു സമയം ഒഴിച്ച് രാവിലെ 8 മുതൽ രാത്രി 12 മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ഇത് ചെയ്യാവുന്നതാണ്. ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളോ നിബന്ധനകളോ ഇല്ല. അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല. നോൺ വെജ് കഴിച്ചാലും സ്ത്രീകൾക്ക് പീരിയഡ്സ് ആയിരുന്നാലും ഇത് ചെയ്യാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും പുലവാലായ്മ ഉണ്ടെങ്കിലും നിങ്ങൾക്കും ഇത് ചെയ്യാവുന്നതാണ്. ഇനി പ്രധാനമായും ആരെല്ലാമാണ് ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യേണ്ടതെന്നാൽ കഴുത്ത് ഞെരിക്കുന്ന അളവിൽ കടബാധ്യതയുള്ളവർ, അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി പരിശ്രമിക്കുന്നവർ, കൂടാതെ ഓരോ ദിവസവും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഇതിനെല്ലാം ഉപരി കടമായി കൊടുത്ത പണവും സ്വർണവും തിരികെ കിട്ടാനാവാതെ വിഷമിക്കുന്നവർ, അങ്ങനെ പണം സംബന്ധമായ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി, ഈ അത്ഭുതകരമായ താന്ത്രിക പരിഹാരം ഒന്ന് ചെയ്തു നോക്കൂ. ഇൻസ്റ്റന്റായി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ്. ഓൾറെഡി പണവശ്യത്തിനായി നിങ്ങൾ എത്ര പരിഹാരങ്ങൾ ചെയ്താലും ഇനി പറയാൻ പോകുന്ന ഈ താന്ത്രിക പരിഹാരവും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കാരണം നാളെ ഒരേ ഒരു ദിവസം മാത്രം ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. ഇനി നാളെ ഈ ഒരു പരിഹാരം ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് ഏതൊരു പൗർണമി ദിവസവും ഇത് ചെയ്യാവുന്നതാണ്. എന്നാൽ നാളെ മിഥുന മാസത്തിലെ 30 വെള്ളിയാഴ്ചയും പൗർണമിയും ഒത്തുചേർന്ന് വരുന്ന ഈ അതിവിശേഷമായ ദിവസം ഈ ഒരു പരിഹാരം ചെയ്താൽ മിന്നൽ വേഗത്തിൽ ഫലം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ ഈ അത്ഭുതകരമായ ദിവസം ആരും തന്നെ പാഴാക്കരുത്.
ഇനി ഈ താന്ത്രിക പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അത് ചെയ്യുവാൻ ചില വസ്തുക്കൾ ആവശ്യമാണ്. ഈ പരിഹാരത്തിന് പ്രധാനമായും ആവശ്യമുള്ളത് 2 സ്പൂൺ മല്ലിയാണ്. പരിഹാരത്തിന് വേണ്ടി പുതുതായി മല്ലി വാങ്ങണമെന്ന് നിർബന്ധമില്ല. ഓൾറെഡി നിങ്ങളുടെ വീട്ടിൽ മല്ലി ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഈ പരിഹാരത്തിന് മല്ലി എടുക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് ഒരുപാട് പഴകിയ മല്ലിയാണെങ്കിൽ പുതിയ മല്ലി വാങ്ങി ഈ ഒരു പരിഹാരം ചെയ്യുക. ഇനി മല്ലി എടുക്കുമ്പോൾ 2 സ്പൂൺ മല്ലി മാത്രം മതിയാകും. മല്ലിക്ക് ആകർഷണ ശക്തിയും അതിൻ്റെതായ ഒരു സുഗന്ധവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പഴകിയ മല്ലിയാണെങ്കിൽ അതിൻ്റെ താന്ത്രിക ഗുണങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പഴക്കം ചെന്ന മല്ലിയാണെങ്കിൽ പുതിയത് വാങ്ങി തന്നെ ഈ ഒരു പരിഹാരം ചെയ്യുക. താന്ത്രികപരമായി ജനവശ്യം, പണവശ്യം കൂടാതെ മുഖവശ്യത്തിനും മല്ലി പ്രയോജനപ്പെടുത്താറുണ്ട്. ഇനി രണ്ടാമതായി 1 കഷ്ണം മഞ്ഞളാണ് ആവശ്യമുള്ളത്. ഇനി മഞ്ഞൾ എടുക്കുമ്പോൾ ഉണക്ക മഞ്ഞൾ നോക്കി എടുക്കുക. ഇനി നിങ്ങളുടെ പക്കൽ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. ഏതു മഞ്ഞൾ എടുത്താലും ഒരേ ഒരു കഷ്ണം മാത്രം മതിയാകും. ഇനി അവസാനമായി 1 നാണയമാണ് ആവശ്യമുള്ളത്. നാണയം എടുക്കുമ്പോൾ 1 രൂപയുടെയോ അല്ലെങ്കിൽ 2 രൂപ, 5 രൂപ, 10 രൂപ അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു നാണയം എടുക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു പരിഹാരത്തിന് രൂപ നോട്ടുകൾ പ്രയോജനപ്പെടുത്തുവാൻ പാടില്ല. നാണയമാണ് എടുക്കേണ്ടത്. നാണയം എന്നാൽ അത് കുബേര ഭഗവാൻ ഏറെ വിശേഷപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു നാണയം എടുക്കുക. അതിനുശേഷം മഞ്ഞ നിറത്തിലുള്ള അല്ലെങ്കിൽ വെള്ള, ചുവപ്പ്, പച്ച ഈ 4 നിറത്തിലെ ഏതെങ്കിലും ഒരു നിറത്തിലെ ഒരു ചെറിയ കഷ്ണം തുണിയെടുക്കുക. ഈ 3 വസ്തുക്കളും ആ തുണിയിൽ വെച്ച് ഒരു കിഴി പോലെ കെട്ടാവുന്നതാണ്. മല്ലിയോടൊപ്പം നാണയവും മഞ്ഞളും കൂടി ചേരുമ്പോൾ അതിലൂടെ നല്ല രീതിയിൽ പണവശ്യമുണ്ടാകുന്നതാണ്. ഇനി കിഴി കെട്ടുമ്പോൾ ആ തുണിക്കുള്ളിലെ വസ്തുക്കൾ പുറത്തു വരാത്ത രീതിയിൽ നല്ലതുപോലെ മുറുക്കി കെട്ടുക. ഇനി ഈ താന്ത്രിക കിഴി നിങ്ങൾ പണം വെക്കുന്നിടത്ത് വെക്കാവുന്നതാണ്. അതായത് പണപ്പെട്ടിയിലോ അലമാരയിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ പണം വെക്കുന്നത് അവിടെ വെക്കുക. ഇനി സ്വന്തമായി തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തൊഴിൽ സ്ഥാപനത്തിലും ഇതേ രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കടയിലെ അല്ലെങ്കിൽ സ്ഥാപനത്തിലെ ക്യാഷ് ബോക്സിൽ ഇതേ രീതിയിൽ തന്നെ കിഴി കെട്ടിവെക്കാവുന്നതാണ്. ഇനി ഈ കിഴി വെച്ചതിന് ശേഷം പിന്നീട് ഉടനെ തന്നെ എടുത്തു മാറ്റേണ്ട ആവശ്യമില്ല. വർഷത്തിൽ 1 തവണ ഇത് മാറ്റിയാൽ മതിയാകും. മാറ്റുമ്പോൾ കിഴിക്കുള്ളിലെ നാണയം എടുത്തു വെക്കാവുന്നതാണ്. മഞ്ഞളും മല്ലിയും ആരും ചവിട്ടാത്ത സ്ഥലത്തിടാവുന്നതുമാണ്. ഇനി നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഒഴുകുന്ന ജലാംശമുണ്ടെങ്കിൽ അതിൽ ഒഴുക്കി വിടാവുന്നതുമാണ്. വീണ്ടും ഒരു പൗർണമി ദിവസം ഈ പരിഹാരം ചെയ്ത് പണപ്പെട്ടിയിൽ വയ്ക്കാവുന്നതാണ്. ഇനി ഈ കിഴിയിൽ നിന്നും എടുത്ത നാണയം ചിലവാക്കുവാൻ പാടില്ല. അത് മാറ്റി വെക്കേണ്ടതാണ്. ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാതെ ഈ ഒരു താന്ത്രിക പരിഹാരം നാളെ 30 വെള്ളിയാഴ്ചയും പൗർണമിയും ഒത്തുചേർന്ന് വരുന്ന അത്ഭുത ദിവസത്തിൽ ചെയ്തു നോക്കൂ. നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവത്തിലൂടെ തന്നെ അതിന്റെ ഫലവും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.